ഫാസിസത്തിന്റെ കയ്യിൽ ആ അധികാരം കിട്ടുമ്പോ, പഠിപ്പിക്കുന്ന ടീച്ചർ ഇന്നാട്ടിലെ ഫാസിസ്റ്റ് ആകുമ്പോ പൂമ്പാറ്റയ്ക്ക് ചിത്രശലഭം എന്നല്ല പറയുക. ടിപ്പു സുൽത്താൻ റോഡിനെ മാറ്റിക്കൊണ്ട് പേര് മാറ്റും. യൂണിവേഴ്സിറ്റികളുടെ പേര് മാറ്റിക്കൊണ്ട് പുതിയ ഏതെങ്കിലും ഒരു പേര് കൊടുക്കും. ഇങ്ങനെ ഒരു ചരിത്രമേ ഇന്ത്യക്ക് ഇല്ലായിരുന്നു എന്ന് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞത്, ഓർമ്മ സമരായുധമാവുമ്പോ ആ ഓർമ്മകളെ വീണ്ടെടുക്കുന്ന മനുഷ്യരെ ഇതിഹാസ പുരുഷൻ എന്ന് തന്നെ പറയണം എന്നുള്ളതാണ്. MC വടകര നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾക്ക് അനുഭവിക്കാനാവുന്ന ഒരു ഇതിഹാസ മനുഷ്യൻ തന്നെയാണെന്ന് പറയാതെ വയ്യ. ഇതൊരു ആലങ്കാരികതയ്ക്ക് വേണ്ടി പറയുന്നതല്ല. കാരണം ചരിത്രം ചൂഴ്ന്നെടുക്കുക എന്ന് പറയുന്നത് പ്രയാസകരമായിട്ടുള്ളൊരു ദൗത്യമാണ്. ചരിത്രം ചൂഴ്ന്നെടുത്താലും പോരാ, ചൂഴ്ന്നെടുത്ത യഥാർത്ഥ ചരിത്രത്തെ മനോഹരമായി എഴുതി വെക്കുക എന്ന ദൗത്യം കൂടി ബാക്കിയുണ്ട്. മനോഹരമായി എഴുതി വെക്കേണ്ടതുണ്ട്. ബാഫക്കി തങ്ങളുടെ പുസ്തകത്തെ സൂചിപ്പിച്ചുകൊണ്ടാണല്ലോ നമ്മൾ തുടങ്ങിയത്. ബാഫക്കി തങ്ങളുടെ പുസ്തകത്തെ, ബാഫക്കി തങ്ങളെ കുറിച്ച് മാത്രം ഒരു പക്ഷേ MC-ക്ക് പരാമർശിച്ചു പോയാൽ മതി. പക്ഷേ MC തുടങ്ങുന്നത് പന്തലായനിയുടെ പെരുമ പറഞ്ഞുകൊണ്ടാണ്. വാസ്കോഡിഗാമ കപ്പലിറങ്ങിയത് ഏത് വർഷത്തിലാണ് എന്ന് റെഫർ ചെയ്യാൻ എനിക്ക് MC-യുടെ ബാഫക്കി തങ്ങളുടെ ചരിത്രം വായിച്ചാലും മതി. വാസ്കോഡിഗാമ കപ്പലിറങ്ങിയ കാലം മുതലുള്ള ഈ നാടിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് ബാഫക്കി തങ്ങളിലേക്ക് MC കൊണ്ടെത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ പോകുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതം മാത്രമല്ല, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ രൂപീകരിച്ചു വന്നതിൻ്റെ വഴികൾ കൂടി നമുക്ക് മനസ്സിലാവും. മാത്രമല്ല, മറ്റൊരു പുസ്തകത്തെക്കുറിച്ച് പറയാം. CH-ന്റെ രാഷ്ട്രീയ ജീവചരിത്രം എന്ന് പറയുന്ന MC വടകര എഴുതിയ മറ്റൊരു രാഷ്ട്രീയ ജീവചരിത്രം. അതിനകത്ത് CH-ന്റെ രാഷ്ട്രീയ ജീവചരിത്രം വായിച്ച് CH-നെ മാത്രം മനസ്സിലാക്കി പോവാമെന്നുള്ള സങ്കുചിത ചിന്തയോട് കൂടിയിട്ട് ആ പുസ്തകത്തെ ആരും അടുക്കേണ്ടതില്ല. അത് കുറച്ച് വലിയ പുസ്തകമാണ്. അത് വലുതാവുന്നത് പേജിന്റെ എണ്ണം കൊണ്ടല്ല, അത് വലുതാവുന്നത് അതിന്റെ കണ്ടന്റ് കൊണ്ടാണ്, അതിൽ പറയുന്ന കാര്യം കൊണ്ടാണ്. ഒരു പക്ഷെ CH ജീവിച്ചിരുന്ന കാലത്തെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം CH-ന്റെ രാഷ്ട്രീയ ചരിത്രത്തോടൊപ്പം MC കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം വന്ന വഴികളെ കുറിച്ച് മാത്രമല്ല, അദ്ദേഹം ജീവിച്ച കാലത്തെ തിരഞ്ഞെടുപ്പുകളിലെ സ്റ്റാറ്റിസ്റ്റിക്സ് അടക്കം എടുത്തുകൊണ്ടാണ് അദ്ദേഹം MC-യുടെ രാഷ്ട്രീയ ജീവചരിത്രം എന്ന് പറയുന്ന പുസ്തകം തയ്യാറാക്കുന്നത്. 100 വർഷത്തെ ഇന്ത്യൻ രാഷ്ട്രീയം, ഇന്ത്യൻ മുസൽമാന്റെ രാഷ്ട്രീയം പറയുന്ന മറ്റൊരു പുസ്തകമുണ്ട്. അത് 100 വർഷത്തെ ഇന്ത്യയുടെ ചരിത്രമാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അതിന് മുൻപുണ്ടായിരുന്ന